വിശിഷ്ടാതിഥി കേരളത്തിന്റെ ബഹുമാന്യയായ വനിതാ ശിശുക്ഷേമ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അവർ ഡയസിലെത്തുന്നു. പരേഡ് നൽകുന്ന അഭിവാദ്യം സ്വീകരിക്കുന്നു. ഇപ്പോൾ ബഹുമാന്യയായ വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. ഇപ്പോൾ പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് കോഴിക്കോട് റോഡ് ഇൻസ്പെക്ടർ ശ്രീ ജോസ് ജോർജ്, ഇപ്പോൾ DHQ കോഴിക്കോട് സിറ്റി സബ് ഇൻസ്പെക്ടർ ശ്രീ പ്രവീൺ രാജ്, രണ്ടാമതായി അണിനിരക്കുന്ന പ്ലട്ടൂൺ ശ്രീ വിഷ്ണു നയിക്കുന്നു. നാലാമതായി അണിനിരക്കുന്നു ചേവായൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീമതി ബബിത നയിക്കുന്ന ശ്രീ സമീഷ് നയിക്കുന്ന എക്സൈസ്, ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശ്രീ രാജേഷ് SN നയിക്കുന്ന ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, NCCയുടെയും SPCയുടെയും സ്കൗട്ട്സിന്റെയും JRCയുടെയും ഉൾപ്പെടെ 23 പ്ലട്ടൂണുകൾ അണിനിരക്കുന്നു. ഈ പരേഡിനെ താളമേളങ്ങൾ ഒരുക്കുന്നത് പ്രൊവിഡൻസ് സെക്കൻഡറി സ്കൂളിലെ കുമാരി പൂജലക്ഷ്മി നയിക്കുന്ന ബാൻഡിനെയും. അറിയില്ല തുടർന്ന് പരേഡ് കമാൻഡർ തൊട്ടുപിറകിലായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം. തുടർന്ന് ഡയസിന് മുമ്പിലൂടെ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു. കോഴിക്കോട് സിറ്റി ലോക്കൽ പോലീസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു നയിക്കുന്നു. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ശ്രീ ശരത് PK സ്റ്റേഷൻ ഓഫീസർ നയിക്കുന്നു. മുഹമ്മദ് റമീസ് നയിക്കുന്ന
ആർമി വിംഗ് അണ്ടർ ഓഫീസർ നിരഞ്ജൻ നയിക്കുന്ന പ്ലട്ടൂൺ. തുടർന്ന് NCC ജൂനിയർ ഡിവിഷൻ ആർമി വിംഗ് സർജന്റ് കുമാരി അവന്തിക പ്രതിയും നയിക്കുന്ന പ്ലട്ടൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് ജാസി ഗേൾസ് കുമാരി അവന്തിക നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു. തുടർന്ന് കുമാരി റഷ ഫാത്തിമ നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു. നമ്മുടെ രാജ്യം ഇന്ന് 80-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിന് നമ്മുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം ഒരു ഭരണകൂടത്തിന്റെ മാറ്റം മാത്രമായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം നിലനിന്ന അധിനിവേശത്തിനെതിരെ സാധാരണ മനുഷ്യർ ഉൾപ്പെടെ നടത്തിയ മഹത്തായ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായിരുന്നു അത്. മഹാത്മജി, ജവഹർലാൽ നെഹ്റുജി, സർദാർ വല്ലഭായ് പട്ടേൽജി, സുഭാഷ് ചന്ദ്രബോസ് ജി, ഭഗത് സിംഗ് ജി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ BR അംബേദ്കർ ജി, അങ്ങനെ ജ്ഞാതരും അജ്ഞാതരുമായ എണ്ണമറ്റ നേതാക്കന്മാരുടെയും പോരാളികളുടെയും ത്യാഗത്തിന്റെ അനന്തരഫലമാണ് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയെ സമ്മാനിച്ചത്. അവരുടെ പോരാട്ടം കേവലം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് മാത്രമായിരുന്നില്ല, മനുഷ്യന്റെ അന്തസ്സും തുല്യനീതിയും സ്വാഭിമാനവും ഉറപ്പാക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തെ നാം കേവലം വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനമായി കാണരുത്. ഭയമില്ലാതെ ജീവിക്കുവാനുള്ള അവകാശം, വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, തുല്യ അവസരങ്ങൾ നേടാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഒരു സ്ത്രീക്ക് സ്വന്തം വരുമാനം നേടാൻ കഴിയുന്നില്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ജീവിതത്തെക്കുറിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഈ കാഴ്ചപ്പാടിലാണ് സ്ത്രീകളുടെ സഞ്ചാരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അടക്കം ശക്തിപ്പെടുത്തുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, സംരക്ഷണം, ക്ഷേമം, സാമ്പത്തിക ശാക്തീകരണം എന്നിവയ്ക്കായി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. വിവിധ പദ്ധതികളിലൂടെ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പിന്തുണ നൽകുന്നു. കുട്ടികളുടെ പോഷണം, വിദ്യാഭ്യാസം, സുരക്ഷ, ബാലാവകാശ സംരക്ഷണം എന്നത് അതിന് പ്രത്യേകമായി സർക്കാർ പ്രാധാന്യം നൽകുന്നു. ഒരു കുട്ടിക്ക് സുരക്ഷിതമായ ബാല്യം ഉറപ്പാക്കുന്നത് എന്നത് സർക്കാരിന്റെ മാത്രം കർത്തവ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ സർക്കാർ ഇടപെടലുകളുടെ തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ ഈ സർക്കാർ ശ്രമിക്കുന്നു. തൊഴിലൊരു ദാനമല്ല, അതൊരു അവകാശമാണ്. മാന്യമായ വേതനവും സുരക്ഷിതമായ തൊഴിലിടങ്ങളും അതിനുള്ള സാഹചര്യവും തൊഴിലാളികളുടെ അവകാശമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും സാമൂഹിക നവോത്ഥാനത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട്. മതസൗഹാർദ്ദവും സാഹോദര്യവും സാംസ്കാരിക വൈവിധ്യവും ഈ നാടിന്റെ ശക്തിയാണ്.